കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ബാലകൃഷ്ണൻ പെരിയ. ജില്ലയിലെ കോൺഗ്രസിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തകർത്തുവെന്ന ബാലകൃഷ്ണൻ പെരിയ. അതിനിടെ കോൺഗ്രസിലെ തർക്കത്തിൽ പെരിയ ഉൾപ്പെടെ 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും KPCC പുറത്താക്കി. സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കാസർകോട്ടെ കോൺഗ്രസിനകത്തെ തർക്കവുമായി ബന്ധപ്പെട്ട് വക്പോരുകളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ച KPCC അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 4 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, സഹോദരനും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവർക്കെതിരെയാണ് KPCC നടപടിയെടുത്തിരിക്കുന്നത്. ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരനാണ് നടപടിയെടുത്തത് എന്നാണ് പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഈ നടപടിക്ക് പിന്നാലെ നടപടി നേരിട്ട ബാലകൃഷ്ണൻ പെരിയ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അന്വേഷണ സമിതി ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നീതി ലഭിച്ചില്ല, ഉണ്ണിത്താന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ഇതെന്നാണ് പറയുന്നത്. തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല. KPCC പ്രസിഡന്റിന്റെ മുന്നിൽ ഇക്കാര്യം എത്തിയില്ല എന്ന ബാലകൃഷ്ണൻ പെരിയ തുറന്നടിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വലിയ വിമർശനമാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രവർത്തനങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാസർഗോഡ് കോൺഗ്രസിനെ തകർക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അത് രൂക്ഷമാക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വ്യക്തിപരമായും കടന്നാക്രമിച്ചു. ദുർമന്ത്രവാദം നടത്തുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പല സാധനങ്ങളും നീക്കം ചെയ്തു. മതങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതിന്റെ ഭാഗമായാണ് വിശ്വാസിയായിരുന്ന നേരത്തെ കുറി തൊട്ടിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ആ കുറി കാസർഗോഡ് എത്തിയതിനു ശേഷം മായ്ച്ചു കളഞ്ഞത് എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അഴിമതി ആരോപണവും ഉന്നയിച്ചിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ ഓരോന്നിനും കമ്മീഷൻ ലഭിച്ചു. അതുകൊണ്ടാണ് കൂടുതൽ ഹൈമാസ് ലൈറ്റ് ലഭിച്ചത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടും വലിയ തോതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇക്കാര്യം വെളിപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാസർഗോഡ് കോൺഗ്രസിനകത്തെ പ്രശ്നം വലിയ തോതിൽ രൂക്ഷമാകുമെന്നാണ് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. അസിത.